യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാം പ്രതി. വിവരങ്ങളുമായി ആഷ്ലി ജോയ് ചേരുന്നുണ്ട്. ആഷ്ലി, അറസ്റ്റ് ചെയ്ത നടപടി രാവിലെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴെന്താണ് തുടർ നടപടികൾ ഇനി ഉണ്ടാവുക? ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? കോൺഗ്രസ് പ്രതിഷേധത്തിന് വല്ലതും ഒരുങ്ങുന്നുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? മോത്തി, ഇന്ന് പുലർച്ചെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടൂരിലെ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലെ പോലീസ് സംഘമാണ് രാഹുലിൻ്റെ വീട്ടിൽ എത്തിയത്. ഇന്ന് പുലർച്ചെയാണ് പോലീസ് സംഘം തികച്ചും അപ്രതീക്ഷിതമായി രാഹുലിൻ്റെ വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാഹുലിനെ നിലവിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ്. തിരുവനന്തപുരത്തേക്ക് എത്തിച്ച ശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമവുമായി ബന്ധപ്പെട്ടാണ് കേസിലാണ് നിലവിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ 3 കേസുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതിൽ പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിന് നേരെയുള്ള ആക്രമണം, അതുപോലെ തന്നെ അന്യായമായി സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകളെല്ലാം തന്നെ രാഹുലിനെതിരെ ചുമത്തിയിട്ടുണ്ട്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള സംഘർഷമായിരുന്നു ഈ മാർച്ചിലുണ്ടായിരുന്നത്. പോലീസിന് നേരെ പട്ടികകളും വടികളും എല്ലാം തന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് വലിയ സംഘർഷങ്ങളും ബഹളങ്ങളും എല്ലാം തന്നെ ആ സമയത്തുണ്ടായി. പിന്നീട് നിരവധി പ്രവർത്തകരെ ഈ കേസിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിൽ കുറേ പേരെല്ലാം റിമാൻഡിലാണ്, ഇപ്പോഴും റിമാൻഡിലാണ്. അതിൽ കുറച്ച് പേർ ജാമ്യം കിട്ടി. ഈ കഴിഞ്ഞ ദിവസമാണ് കുറച്ച് പ്രവർത്തകർക്ക് തന്നെ ജാമ്യം ലഭിച്ചത്. എന്തായാലും ഇതിൽ തികച്ചും അപ്രതീക്ഷിതമായ നീക്കമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം യാതൊരുവിധ മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാനുള്ള നിർദ്ദേശമോ ഒന്നും തന്നെ രാഹുലിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ അപ്രതീക്ഷിതമായ പോലീസിൻ്റെ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും രാഹുലിനെ നിലവിൽ AR ക്യാമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ എത്തിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. ഈ കേസുകളിൽ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമവുമായി ബന്ധപ്പെട്ട് 4ാം പ്രതിയായാണ് രാഹുലിനെ FIR ഇട്ടിട്ടുള്ളത്. ഈ കേസിൽ 1ാം പ്രതി വി ഡി സതീശനാണ്. 2ാം പ്രതിയായി ഷാഫി പറമ്പിൽ MLAയും അതുപോലെ 3ാം പ്രതി M വിൻസെൻ്റ് MLAയുമാണ്. എന്തായാലും സാധാരണ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമവുമായി ബന്ധപ്പെട്ടൊക്കെ കേസുകൾ എടുക്കാറുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് കേസെടുക്കാറുള്ളത്. പക്ഷേ ഇതാദ്യമായാണ് മുതിർന്ന അല്ലെങ്കിൽ ഈ നേതൃത്വത്തിലുള്ള നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുന്നത്. എന്തായാലും ഇനി ഷാഫി പറമ്പിൽ MLA 2ാം പ്രതിയാണ്, അതുപോലെ M വിൻസെൻ്റ് MLA ഉണ്ട്. ഇവർക്കൊക്കെ എതിരെ കേസെടുക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. എന്തായാലും വരും ഈ ദിവസം, ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മോത്തി. ശരി ആഷ്ലി. അപ്പോൾ ആഷ്ലിയാണ് ഒപ്പമുള്ളത്. ആഷ്ലി, മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതിൽ 1ാം പ്രതി, പല കേസുകളുള്ളതിൽ 1ാം പ്രതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. വി ഡി സതീശനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കത്തിന് സാധ്യതയുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഇങ്ങനൊരു അറസ്റ്റ് നടപടിയുമായി നീങ്ങിയത്? മോദി, സാധാരണ ഇത്തരത്തിൽ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രവർത്തകർക്ക് നേരെ സാധാരണ പോലീസ് കേസെടുക്കാറുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ നേതാക്കൾക്കെതിരെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ കേസുമായി മുന്നോട്ട് പോകാറില്ല. പക്ഷേ ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് നേരെ വിപരീതമായിട്ടാണ്. കാരണം 4ാം പ്രതിയായ രാഹുൽ സംസ്ഥാന അധ്യക്ഷനാണ്. രാഹുലിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി യാതൊരു സൂചനകളുമില്ലാതെ പുലർച്ചെ വീട്ടിലെത്തി രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇത് സാധാരണ കണ്ടുവരാത്ത ഒരു നടപടിക്രമമാണ്. എന്തായാലും അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ ഒരു സമീപനം ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി മറ്റ് നേതാക്കൾക്കെതിരെയും കേസ് എടുക്കുമോ എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. എന്തായാലും കോൺഗ്രസ് ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നു. അന്ന് ഈ മാർച്ച് നയിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടമായിരുന്നു. രാഹുലിനൊപ്പം തന്നെ മുൻ MLAയും അതുപോലെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന ഷാഫി പറമ്പിൽ MLA ഉണ്ടായിരുന്നു. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് അന്ന് വി ഡി സതീശനാണ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശനാണ് ഇതിൽ 1ാം പ്രതിയായി FIR ചേർത്തപ്പെട്ടിട്ടുള്ളത്, 1ാം പ്രതിയായിട്ടുള്ളത്. എന്തായാലും ഈ നേതാക്കൾക്കെതിരെ ഇനി കേസെടുക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത്.
ആഷ്ലി, അതുപോലെ തന്നെ ഇന്ന് ഇടുക്കിയിൽ ഗവർണർ വരുന്നുണ്ട്. ഗവർണറും ഇടത് പക്ഷവും നേർക്കുനേർ കാണുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ആ സാഹചര്യത്തിൽ അവിടെ ശ്രദ്ധ തിരിക്കൽ എന്നോണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊരു രാഷ്ട്രീയ ആരോപണവും പല സമൂഹ മാധ്യമ കമന്റുകളിലും ഒക്കെ വരുന്നുണ്ട്. ആ തരത്തിൽ കൂടി ഇതിനെ കാണേണ്ടതുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഈ സൈബർ ഇടങ്ങളിലും അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച് വലിയ പ്രത്യാരോപണങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ഇത് സാധാരണ രീതിയിൽ കണ്ടുവരാത്ത ഈ രീതി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായത് ഈ പറയുന്ന ശ്രദ്ധ തിരിക്കലിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമായും ആരോപിക്കുന്നത്. എന്തായാലും ഈ തികച്ചും കണ്ടുവരാത്തൊരു രീതിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടാകും. AR ക്യാമ്പിലേക്ക് എന്തായാലും നിലവിൽ രാഹുലിനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം രാഹുലിനെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുക.